ശ്രീ എം കെ ഹരിദാസ്, അങ്ങനെ ചെയ്യാറുമില്ല. ഞാൻ ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത് നിലവിലെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞ സമീപനങ്ങൾ ആണ് കാട്ടിയിരുന്നത്, അതിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ്. 2, CPMന്റെ ഇതുവരെയുള്ള പൊതുനയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അല്ലാതിരുന്നതിനാൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറയുന്നു, അത് അവതരിപ്പിക്കുന്നു. കണക്കുകൾ അത് വെച്ചാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെയും പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം രണ്ടാമത് പറയാൻ ശ്രമിക്കുന്നു. ഈ തരൂർ എന്തിനാണ് പുതിയ വ്യാഖ്യാനം ചമയ്ക്കുന്നത്? തരൂരായാലും ഇപ്പോ തരൂര് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ശ്രീ ജയരാജ് ആയാലും ആനയുടെ ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ സത്യം മനസ്സിലാക്കുക. ശ്രീ ജയരാജ്, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, പുതുച്ചേരിയിലെ കൊക്കക്കോള ഫാക്ടറി പ്രതീകാത്മകമായി പൂട്ടിയത് ഞങ്ങളൊന്നുമല്ല പൂട്ടിയിരിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരും അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും അവിടുത്തെ CPMന്റെ നാട്ടുകാരും ചേർന്നിട്ടാണ് പ്രതീകാത്മകമായി പൂട്ടിയത്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ആ സംഗതി. ഇനി അടുത്തത്, കെട്ടിട നിർമ്മാണ മേഖലയില് 22 കൊല്ലം എറണാകുളത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ പലപ്പോഴും ആത്മഹത്യയെ കുറിച്ചിട്ട്, കാരണം ആ കമ്പനിയിൽ നിന്ന് എൻ്റെ ഒരു മെന്ററാണ് ആ കമ്പനിയിലെ എനിക്ക് ജോലി തന്നിരിക്കുന്നതും കാര്യങ്ങളും. അപ്പൊ അദ്ദേഹത്തോട് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം പോലും നേരം വെളുത്തിട്ട് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് അവർ പറഞ്ഞ, അതായത് ഞങ്ങൾക്ക് വർക്ക് തന്നിട്ടുള്ള ക്ലയന്റിനെ തൃപ്തിപ്പെടുത്തുന്ന വിധം വർക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തില് ഇവിടുത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിലെ യൂണിയൻ ശല്യം കൊണ്ട് ആത്മഹത്യയെ കുറിച്ച് പല രാത്രികളിലും ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2 ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങുക മാത്രമല്ല, ഒരു ജോലിയും ആ സൈറ്റിൽ നടത്താൻ പറ്റാത്ത വിധത്തിൽ. കാരണം 33% CITU-നും 33% കോൺഗ്രസിനും 33% തൊഴിലുടമയ്ക്കും. ഇതാണ് കണക്ക്. ഈ തൊഴിലുടമയുടെ 33% എന്ന് പറഞ്ഞാൽ 10 പേരിൽ 3 പേരെ കൊണ്ടുപോകും. ബാക്കി 2 കൂട്ടരുടെയും വരില്ല. അതിന് പകരമായിട്ട് നമ്മൾക്ക് ആളെ ഇറക്കാൻ സാധിക്കുകയില്ല. ഇതിനി അവിടെ നിൽക്കട്ടെ. ഇവിടെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മുഹമ്മദ് കുട്ടിയെ താങ്കൾക്ക് അറിയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്തിയിട്ടുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷനിലാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. അപ്പൊ 25 കൊല്ലം മുമ്പ് ഈ പാർട്ടി നന്നായിരുന്നുവെങ്കിൽ കേരളം ഇന്ന് മറ്റേതൊരു സംസ്ഥാനത്തിനെക്കാട്ടിലും മുന്നോട്ട് പോകുമായിരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് ഇവിടെ പണിയെടുത്തിരുന്ന ഒരുപാട് പേര് ഒളിച്ചോടിപ്പോയി. ഇനി ഞങ്ങൾ കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞതിന്റെ വിക്ടിമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി അതവിടെ നിൽക്കട്ടെ. സാർ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഒരു വെട്ടിനിരത്തൽ സമരം? എനിക്കുള്ള 10 സെന്റില്, എനിക്ക് 10 സെന്റ് എന്റെ പാരമ്പര്യമായി താവഴിയായി കിട്ടിയ 10 സെന്റില് വാഴ വെക്കണോ, ചേമ്പ് വെക്കണോ, അല്ലെങ്കിൽ കാച്ചിൽ നടണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കല്ല, പാർട്ടിക്കാണെന്ന് പറഞ്ഞിട്ട് അത് വെട്ടി നിരത്തിയിട്ടുള്ള ഒരു സമരം കേരളത്തിൽ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണോ, BJP ആണോ, കേരള കോൺഗ്രസ് ആണോ? അല്ല സാർ, CPMന്റെ നേതൃത്വത്തിലുള്ള അച്യുതാനന്ദൻ ഇളകിയ ഒരു ഹാലിന്റെ പേരില് അത് നടത്തിയിട്ടുള്ളതാണ് വെട്ടി നിരത്തൽ സമരം. എത്ര ജനങ്ങൾ സ്വന്തം ഭൂമിയിലുള്ള കൃഷി ഇവർ വെട്ടി നിരത്തുന്നത് കണ്ടിട്ട് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ 25 വർഷത്തെ കണക്ക് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എന്താ പറയേണ്ടത്, ശശി തരൂരിനെ പറഞ്ഞത് നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. 25 വർഷം മുമ്പ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം, നയം, അതായത് നാട് വളരണമെങ്കിൽ വ്യവസായികൾ വരണം. ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ സാർ, കേരളത്തിലെ പ്രമുഖനായ വ്യവസായി CITU അൺലോഡിംഗ് തൊഴിലാളികളുടെ അങ്ങേയറ്റത്തെ ക്രൂരത സഹിக்க വയ്യാതെ ആ മുതലാളിയും തൊഴിലാളിയും കൂടിയിട്ട് പെട്ടികൾ ഇറക്കുന്നത് എന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുതലാളി അദ്ദേഹത്തിന്റെ 100 കോടി ടേൺ ഓവർ ആയ ദിവസം ഒരു ഫാക്ടറി തുടങ്ങിയത് എവിടെ അറിയോ? വാളയാറിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറയാണ് അദ്ദേഹം ഫാക്ടറി തുടങ്ങിയത്. പേര് പറയുന്നത് അദ്ദേഹത്തിനും അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാളയാറിൽ നിന്ന് 3 കിലോമീറ്റർ അക്കരം മധുക്കര, അതായത് തമിഴ്നാടിന്റെ അതിർത്തിയിൽ നിന്നാണ് അദ്ദേഹം ആ ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടങ്ങിയത് 20 കൊല്ലം മുമ്പാണ്. എന്തുകൊണ്ടാണ് സാർ ഇവിടുന്ന് വ്യവസായികൾ, ഇപ്പൊ കിറ്റക്സിന്റെ കാര്യം പോട്ടെ, നമ്മൾ ഈ 25 കൊല്ലം മുമ്പത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വ്യവസായിക സൗഹാർദ്ദ നിക്ഷേപ സൗഹാർദ്ദ സംസ്ഥാനമല്ല എന്നുള്ള ഖ്യാതി പരന്നെങ്കിൽ അതിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പങ്ക് നിസ്സാരമല്ല സാർ. കാരണം ഇത് കണ്ണുകൊണ്ട് ഒരു കെട്ടിട നിർമ്മാണ മേഖലയിലെ അങ്ങേയറ്റം ക്രൂരത അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ലെനിൻ സെന്ററിൽ പോയിട്ട്
റെക്കാർഡിക്കലായിട്ട് എഴുതി കൊടുത്തിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ പിന്നീട് പാർട്ടി പിടിച്ച് പുറത്താക്കുകയും അവരിപ്പോ BJPയിലും കോൺഗ്രസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് നോക്കണം. ഈ സാഹചര്യത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആനയുടെ ചിത്രം വരച്ചിട്ട് കുറെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് കേരളത്തിൽ 270% സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനയുടെ ചിത്രം വരച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടു നിന്നും ചുരുങ്ങിയത് 50 യുവാക്കളും യുവതികളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നു. അവർ ചെയ്യുന്ന പണി എന്താണെന്നൊക്കെ അറിയോ? എൻ്റെ മകനടക്കം കാനഡയിലെ കാറ് കഴുകുക, അല്ലെങ്കിൽ ഹോട്ടലിൽ ടേബിൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം മോറുക. അതിന് മടിയില്ല. കാരണം എന്താണെന്നറിയോ? മണിക്കൂറിന് എണ്ണിയിട്ട് ഇന്ത്യയുടെ 6000-7000 രൂപ പ്രതിദിനം കിട്ടുന്ന അവസ്ഥയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യതയുള്ളപ്പോൾ അത് തേടി പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇവിടുത്തെ എൻ്റെ മകൻ ബിടെക് എഞ്ചിനീയർ ആയിരുന്നു, MBA ആയിരുന്നു. അവൻ അത് വേണ്ട അച്ഛാ, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം. എന്താണെന്നറിയോ? ജോലി സാധ്യതകൾ കുറവാണ്. അറിഞ്ഞോ താങ്കള്? 400 പേരെയാണ് ഇൻഫോ പാർക്ക് കഴിഞ്ഞ ആഴ്ച പാക്ക് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം അവസ്ഥ വരുന്നത്? ഇപ്പൊ നേരെ വിരൽ ചൂണ്ടുക കേന്ദ്രത്തിലേക്കാണ്. എനിക്ക് കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനും സംസ്ഥാനത്ത് വിരൽ ചൂണ്ടുന്നതിനും ഒരു വിരോധവുമില്ല. തിരുവാർപ്പിലെ ബസ് മുതലാളിയെ അടിച്ച അടി ഹൈക്കോടതിയുടെ മുഖത്താണ് കൊണ്ടത് എന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി പറയേണ്ട അവസ്ഥയിലേക്ക് കേരളം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ശശി തരൂർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ എന്നുള്ളതാണ് കൃഷ്ണരാജ് എനിക്ക് പറയാനുള്ളത്. ശരി.